എനിക്കറിയില്ല എങ്ങനെ ഇതൊരു നല്ല ക്ലൈന്റ് ആണ്. ഇപ്പൊ ഞാനൊരു നോ പറയാനൊക്കെ ഈസി ആയിട്ട് നമുക്കറിയാം. ഒരു 5 to 10 minutes നമ്മൾ ടോക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ആദ്യം ഞാനൊരു 1 hour ക്ലാസ് എടുക്കും. എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ആണ്, കാരണം ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടേ ഇരിക്കും. എങ്ങനെ ലൊക്കേഷൻ റിസർച്ച് ചെയ്യുന്നത്, ഇച്ചിരി ഒരു പ്രോസസ്ഡ് സിസ്റ്റം, വലിയ സയൻസ് ഒന്നും അല്ലെങ്കിൽ കൂടിയിട്ട് നമ്മളൊന്ന് റിസർച്ച് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം ഏത് ഏരിയയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഡാറ്റ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനൊന്നും ആവശ്യമില്ലാന്ന് എനിക്ക് കാൽസോൾ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. എങ്ങനെയാണ് നമ്മൾ ഏത് ടൈമിലാണ് നമ്മൾ അതൊക്കെ സംസാരിക്കേണ്ടത്, എന്തൊക്കെ പറയണം, ആ ഒരു നോളജും കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള പല മീറ്റിങ്ങുകളുണ്ട്. ഹായ്, അഭിലാഷ് രാമൻ നമ്മുടെ ഈ ഒരു ഹോളോ ഫ്രെയിമിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാംസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ഡിസ്കഷനിലൂടെ നമ്മൾ വന്ന വഴികൾ നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും നമുക്ക് സഹായിക്കാനായിട്ട്, ഇൻസ്പയർ ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. സോ എന്തായിരുന്നു ശരിക്കും കാൽസോളിൽ വരുന്നതിന് മുമ്പുള്ള അവസ്ഥ, സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു, അതിനുശേഷം എങ്ങനെയാണ് കാൽസോളിലേക്ക് എത്തിയത്, ഇപ്പോൾ എന്താണ് മാറ്റം വന്നിരിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് നന്ദി പറയുന്നു. പിന്നെ നമ്മൾ അധികം സംസാരിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് നമ്മൾ സംസാരിക്കുന്നത്, സെക്കൻഡ് ടൈം. അപ്പോൾ ക്യാൻസർ വരുന്നതിന് മുന്നേ പറയുകയാണെങ്കിൽ എൻ്റെ ബിസിനസ് അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണല്ലോ. അപ്പോൾ ഒരു സ്ട്രീം ലൈൻ ആയിരുന്നില്ല പ്രോസസ്സും കാര്യങ്ങളൊന്നും. എങ്ങനെയാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിരുന്നു, പക്ഷെ ഒരു പ്രോസസ് എങ്ങനെ, കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഫോക്കസ്, അതിപ്പോഴും റെഡി വരണുള്ളൂ. പക്ഷെ അതിൽ നിന്ന് വളരെ ഇതായിട്ട് ഇപ്പോ എന്ത് ചെയ്യണം നെക്സ്റ്റ്, വാട്ട് ഓൾ ദ ബാക്ക്, എന്തറിയില്ല എന്ന് എനിക്ക് പറയാം. അതായത് അതാണ് മെയിൻ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈവൻ ഞാനൊരു IT ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ കൂടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് ആയിട്ട് ലാസ്റ്റ് 18 years ബന്ധമുണ്ടെങ്കിലും എങ്ങനെയാണ് മാർക്കറ്റിംഗ് സൈഡ്, കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാൽസോൾ വന്നതിന് ശേഷം എനിക്ക് പഠിക്കാൻ പറ്റി. അതായത് ഇപ്പോഴും അത് പഠിച്ചു വരുന്നു. ലേണിംഗ് എവറി ഡേ ഗെറ്റിംഗ് ബെറ്റർ, ലൈക്ക് അറ്റ്ലീസ്റ്റ് 1%. അപ്പോ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തറിയില്ല എന്ന് എനിക്ക് കാൽസോൾ വന്നതിന് ശേഷം കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. എന്തൊക്കെ ബാക്ക്ലോഗ്സ് അടുത്ത 6 മാസത്തേക്ക്, ഒരു കൊല്ലത്തേക്ക് എന്തൊക്കെ എനിക്ക് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് ഒരു ക്ലാരിറ്റി കിട്ടി. അതാണ് മെയിൻ ആയിട്ട് ഒരു അഡ്വാൻറ്റേജ് എന്ന് എനിക്ക് പറയാൻ ഇപ്പോ തോന്നുന്നത്. ഓക്കെ, മനസ്സിലായി. നമ്മുടെ 10 days വീഡിയോ ചലഞ്ച് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കോൺഫിഡൻസ്, ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയപ്പോൾ, അതായത് 10 ദിവസം കടന്നു പോയപ്പോൾ അതിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ആ ഒരു വീഡിയോനെ അപ്രോച്ച് ചെയ്യുന്നതിൽ? ശരിക്കും 100% ഞാനൊരു വീഡിയോ പേഴ്സൺ അല്ല. ഈവൻ നമുക്ക് എല്ലാം അറിയാമെങ്കിലും വീഡിയോ എടുക്കണം, അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കരുത്, അല്ലെങ്കിൽ ചെറിയ ബേസിക് പെർഫെക്റ്റ് അല്ലെങ്കിൽ കൂടിയിട്ട് എന്തൊക്കെ അറിയാമെങ്കിലും ആ ഒരു വീഡിയോ ചലഞ്ച് തുടങ്ങിയതിന് ശേഷമാണ് എന്തൊക്കെ ഇഷ്യൂസ് ആണ് നമുക്ക് ഡേ ബൈ ഡേ വൈൽ ക്രിയേറ്റിംഗ് ദി വീഡിയോ വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോബ്ലം വരുമ്പോൾ അതിന്റെ സൊല്യൂഷൻ അത് ഓൾറെഡി അല്ലെങ്കിൽ നമ്മൾ കാൽസോൾഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഫേസ് ചെയ്താണോ, അല്ല അങ്ങനെ കുറെ നോളജ് എനിക്ക് ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ടുള്ള വീഡിയോ കോൺഫിഡൻസ് ഇപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇതിൽ വന്നപ്പോ എനിക്കൊരു 100%, അതായത് വീഡിയോ എനിക്ക് എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എനിക്കൊരു പ്രത്യേക സ്ഥലം വേണമായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആ ഒരു വീഡിയോ കോൺഫിഡൻസ് ഒരു 100%ലേക്ക് എന്ത് വീഡിയോ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ 5 minutes വീഡിയോ, യൂട്യൂബ്, ആ ഒരു നോളജ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കോൺഫിഡൻസും എല്ലാം കിട്ടിയത് കാൽസോളിൽ വന്നതിന് ശേഷമാണ്. ഈവൻ വീഡിയോ ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു 100% എനിക്കിപ്പോ എവിടെ വേണമെങ്കിലും നിന്നിട്ട് ഒരു ഗ്രൗണ്ടിൽ പോയി ഇപ്പൊ ഒരു വീഡിയോ ചെയ്യാം, ഒരു ഐഡിയ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്നുള്ള രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് വന്ന് കാൽസോൾ വന്നതിന് ശേഷമാണ്. കാരണം നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ തുടക്കം തന്നെ നമ്മൾ 100% പെർഫെക്റ്റ് ആവില്ല എന്നുള്ളൊരു ആൻസർ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിരുന്നു. അപ്പൊ പിന്നെ ഡേ ബൈ ഡേ ലേണിംഗ്, ഡേ ബൈ ഡേ എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് ആ ഒരു നോളജും കോൺഫിഡൻസും കാൽസോളിൽ നിന്ന് കിട്ടിയത്. പിന്നെ മറ്റു കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, എന്റെ ഫ്രണ്ട് സുദേശ് ഇത് എനിക്കെല്ലാം ആള് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള എല്ലാ പ്രോസസ്സും എനിക്കറിയാം. എന്നെ വിളിച്ചിട്ട് ഈ വീഡിയോ എനിക്ക് അയച്ചു തരും, അല്ലെങ്കിൽ അങ്ങനെ തുടക്കം മുതലേ സുദേശ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ഞാൻ ഉണ്ട്. ഇങ്ങനെയാണ് പിന്നെയാണ് ആള് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ പുള്ളിയുടെ ആ സ്റ്റേജ് ഞാൻ കാണുന്നുണ്ട്. ഒരു 12 months ബിഫോർ ഹൗ സുദേശ്, അല്ലെങ്കിൽ സുദേശ് എനിക്ക് മെസ്സേജ് ചെയ്യും, ഇതെങ്ങനെയാണ് നോക്കൂ, അതെങ്ങനെയാണ് നോക്കൂ. ഞങ്ങൾ കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ സുദേശ് ഭയങ്കര ഒരു സ്ട്രീം ലൈൻ പ്രോസസ് ആണ്. അപ്പൊ എന്താ ചോദിക്കുന്നു,
ഇപ്പൊ നന്നായിട്ട് വരുന്നുണ്ടല്ലോ, അങ്ങനെ നല്ലൊരു ഫീഡ്ബാക്ക് കൊടുത്തു. അങ്ങനെയാണ് ഞാനിതില് ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത്, ഇങ്ങനെ കോഴ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, വളരെ സന്തോഷം. നമ്മുടെ ലൈവ് ഇംപ്ലിമെന്റേഷൻ പ്രോഗ്രാം ഫ്രീഡോ ചലഞ്ച് ഒക്കെ നമുക്കിവിടെ ഇന്ത്യൻ ടൈം 5 മണിക്കാണ്. അവിടെ എത്ര മണിക്കായിരുന്നു? ആ പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത്? ടൈമിങ് അതായത് രാവിലെ അവിടുത്തെ 5 മണി പ്രകാരം നമുക്ക് ഇവിടെ കുഴപ്പമില്ല. കാരണം ഒരു 10:30 അല്ലെങ്കിൽ 11:30 ഇപ്പോൾ ഡെയിലി സേവിങ് ഒരു 4.5 മണിക്കൂർ അല്ലെങ്കിൽ 5.5 മണിക്കൂറാണ് ഒരു വർഷത്തിൽ ഈ ഒരു ടൈം ഗ്യാപ്പ്. അത് ഇവിടെ കൂടുതലായിരിക്കും. അതായത് ഇവിടെ ഒരു മോർണിംഗ് 10:30 അല്ലെങ്കിൽ 9:30, അങ്ങനെ സാറ്റർഡേ 9:30 അല്ലെങ്കിൽ 10:30 ഇവിടുത്തെ ടൈം, അവിടുത്തെ 5 മണി എന്ന് പറയുമ്പോൾ. അപ്പൊ അതൊരു നല്ല ടൈമാണ് നമുക്ക് ഈ സിഡ്നിയിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ കോണ്ടിനെന്റിൽ അല്ലെങ്കിൽ ഈ ടൈം സോണിൽ നല്ല ടൈമാണ്. പക്ഷെ നമുക്ക് ഈ ഇതുപോലെ കുട്ടികളുടെ കുറെ കാര്യങ്ങൾ ശനി ഞായറും അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ അത് മാത്രമാണ് തുടക്കത്തിലൊരു അല്ലെങ്കിൽ ഇപ്പോഴും ഒരു പ്രോബ്ലം ഉള്ളത്. അവരുടെ സ്വിമ്മിങ് ക്ലാസ്, അവരുടെ അങ്ങനെ പല പല ക്ലാസ്സുകളും ട്യൂഷൻ അങ്ങനെ ഒരു 9-9:30 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്വിമ്മിങ് അങ്ങനത്തെ ഇവിടെ അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒരു 1-2 പിള്ളേര് എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും യങ് ഏജ് തൊട്ട്. അപ്പൊ ആ ഒരു സംഭവം മാത്രമാണ് നമുക്കൊരു ഫാമിലി അതൊന്ന് അറേഞ്ച് ചെയ്യണം. അത് മാത്രമാണ് നമുക്കൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത് ആ 8 PM ഇംപ്ലിമെന്റേഷൻ. ഇതെങ്ങനെ പോയാലും നമുക്ക് ഇവിടുന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ ഉറങ്ങി പോകും. ആ ഒരു പീക്ക് ടൈം ഒരു 1-ല് ഇവിടുത്തെ ഒരു 1:30 സ്റ്റാർട്ട് ചെയ്യുന്നത് നൈറ്റ്. എങ്ങനെയാലും നമ്മൾ ഒരു 2:30-3:30 നമ്മൾ പീക്ക് അല്ല. അപ്പൊ നമുക്ക് ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ 100 പ്രാവശ്യം അറ്റൻഡ് ചെയ്തെങ്കിലും നമുക്ക് ഒരു ഇൻപുട്ട് തരാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനത് അറ്റൻഡ് ചെയ്യാറില്ല. കാരണം നമ്മൾ ഉറങ്ങും എങ്ങനെയാലും 100% ഇരിക്കാൻ പറ്റുന്നില്ല. അതാണ് ആ ഒരു ടൈമിങ് മാത്രം ഇഷ്യൂ ഉണ്ടായിരുന്നു. മനസ്സിലായി. അപ്പോൾ ഈ ഒരു ഫ്രീഡം ചലഞ്ചിന്റെ പ്രോഗ്രാംസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഒരു ഫ്രീഡം ഫിനിഷറൊക്കെ ആകുന്ന സമയത്തുള്ള ആ ഒരു സിസ്റ്റം, പ്രത്യേകിച്ച് നമ്മളൊരു ക്യാരക്ടർ ഷീറ്റിൽ നിന്നാണ് നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു പേഴ്സണൽ കോഡെക്സ്. അതെ, ആ ഒരു 3 മാസത്തെ ആ ഒരു പ്രോഗ്രാം അത് എത്രത്തോളം മൈൻഡ് സെറ്റിൽ നമുക്ക് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്? ഇതില് ക്യാൻസോളിൽ ജോയിൻ ചെയ്ത് ഫ്രീഡം ചലഞ്ചിൽ വന്നപ്പോഴാണ് ഈ ഒരു ലോട്ട്സ് ഓഫ് ഇൻഫർമേഷൻ, ഇത്ര ഇൻഫർമേഷൻ ഇല്ലല്ലോ നമുക്ക്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രോസസ്, മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്, കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഫസ്റ്റ് മിഷൻ തൊട്ട്, അതായത് ഞാൻ ഒരു മിഷൻ ഫസ്റ്റിൽ ഞാൻ രണ്ടാമത്തെ മിഷൻ തൊട്ടാണ് ജോയിൻ ചെയ്ത് തോന്നുന്നു. പക്ഷെ അതിൽ തൊട്ട് തന്നെ ആ ക്ലാരിറ്റി അറ്റ്ലീസ്റ്റ് നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കുന്നുണ്ടല്ലോ, നമ്മൾ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത്. അത് മിഷൻ സ്റ്റേറ്റ്മെന്റ് തൊട്ട് നല്ല ഒരു ക്ലാരിറ്റി അവിടെ നിന്ന് തൊട്ടാണ്. ഈവൻ ദോ എനിക്ക് കോഴ്സ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിനെ കുറിച്ച് കുറെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കൂട്ടിയിട്ട് ഈ മിഷൻ സ്റ്റേറ്റ്മെന്റ്, നമ്മൾ എന്താണ് നമ്മളുടെ ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ്, എന്താണ് നമ്മുടെ പ്രോസസ്, അടുത്ത 6 മാസം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കുറിച്ചുള്ള കുറെ ക്ലാരിറ്റി ഓരോ മിഷൻസ് കഴിയുന്തോറും. ഈവൻ ഞാൻ അതിൽ പെർഫെക്റ്റ് അല്ലെങ്കിൽ കൂടിയിട്ട് ഞാനത് ചെയ്തിട്ടില്ല. ഈവൻ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയിട്ട് എന്തൊക്കെ ഞാൻ ബാക്ക്ലോഗ് ഉണ്ടെന്ന് ആദ്യം നിന്ന് മനസ്സിലായി. വെബിനാർ എങ്ങനെ ചെയ്യണം, അപ്പൊ ഇന്നലെ ഉള്ള വെബിനാർ തൊട്ടിട്ട് അങ്ങനെ കുറെ ഇൻഫർമേഷൻസ് എല്ലാം ഒരു ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ ആണെന്നാണ് എനിക്ക് തോന്നിയത് ഈ മിഷൻ സ്റ്റേറ്റ്മെന്റിൽ. അല്ലെങ്കിൽ മിഷൻ ചെയ്യുമ്പോൾ ഓരോ മിഷൻ ചെയ്യുമ്പോൾ അത് മാത്രമാണ് എനിക്കൊരു, കാരണം ഓരോ ടൈമിൽ എടുക്കുന്ന നോളജ് ഒരു 8, അത് ഉൾക്കൊള്ളാനും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ടൈം, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. ആ ഒരു സ്പീഡ്, അതോടൊപ്പം നമ്മൾ ബിസിനസ്സും ചെയ്യുമ്പോൾ ആ ഒരു സ്പീഡ് മാത്രമേ എനിക്കൊരു ചെറിയൊരു ചലഞ്ചായിട്ട് തോന്നിയുള്ളൂ. അതായത് അത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. അതൊരു ഭയങ്കര ഒരു ടാസ്ക് ആയിട്ടല്ല, പക്ഷെ അതിന് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിരുന്ന് നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരാള് ചോദിക്കണം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മെമ്പർ എടുത്ത് 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന് ആ ഒരു ഇഷ്യൂ സോൾവ് ആവും. അത് എന്ത് പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും. പക്ഷെ അത് എനിക്ക് വളരെയധികം ബെനിഫിറ്റ് ആയിട്ട് തോന്നി. കാരണം അറ്റ്ലീസ്റ്റ് ഇത്രയും എനിക്ക് പെൻഡിങ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെബിനാർ പെൻഡിങ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് നല്ലൊരു കുറെ ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു കുറെ ഇൻഫർമേഷൻ കിട്ടി എനിക്ക് അതിന്. അതിനുശേഷം നമ്മൾ ബിസിനസ്സിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കാൽച്ചറിൽ വന്ന വീഡിയോ കോൺഫിഡൻസ് സിസ്റ്റം പ്രോസസ്സ് അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അത് സെയിൽസ് ക്ലോസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഓസ്ട്രേലിയൻ ക്ലയൻസ് റിയൽ എസ്റ്റേറ്റ് ആണ്, ക്ലോസിങ്ങിന് എത്രത്തോളം സഹായിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു പ്രോസസ്സ്? ഇപ്പോ അടുത്ത മൊമെന്റ് എനിക്ക് ലീഡ്സിന്റെയോ ഒരു ക്ലയൻസിന്റെയോ പ്രശ്നമല്ല. ഞാൻ ഫേസ് ചെയ്യുന്ന മെയിൻ ചലഞ്ച് എനിക്ക് സോഴ്സിംഗ് ആണ്. അതായത് ഞാൻ വിചാരിച്ചത് എനിക്ക് 1-2 ക്ലയന്റ് കഴിയുന്നതോറും എനിക്ക് കിട്ടില്ല, ഇഷ്ടംപോലെ സമയം ഉണ്ടാവും. അപ്പോഴാണ് ഞാൻ നമ്മളുടെ ഈ പ്രോസസ് ഒക്കെ സ്ട്രീം ലൈൻ ചെയ്യാം, സ്ലോ ആൻഡ് സ്റ്റഡി എന്നായിരുന്നു എന്റെ ഒരു കൺസെപ്റ്റ്. പക്ഷെ എനിക്കിപ്പോ 7 ക്ലയന്റ് ഉണ്ട് ഓൾറെഡി. 7 ക്ലയന്റ് ഉള്ളപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ ഇങ്ങനെ വെച്ചപ്പോ 2 ഓഫർ ഇപ്പൊ ഫസ്റ്റത്തെ പേയ്മെന്റ് കിട്ടി. പക്ഷെ 2-3 ഓഫർ കൊടുത്തു. അതിന്റെ പേയ്മെന്റ് ഇപ്പോ അത് അവർ സെറ്റിൽമെന്റ് ഒരു 45 ഡേയ്സ് ടൈം എടുക്കും, കഴിഞ്ഞിട്ട് അവർ പേയ്മെന്റ് വരും. പക്ഷെ 4 or 5 എനിക്ക് ഇമ്മീഡിയറ്റ് അപ്ഡേറ്റ് കൊടുക്കണം ക്ലയന്റിന്, അതായത് പ്രോപ്പർട്ടിനെ കുറിച്ചിട്ട്. അപ്പൊ എനിക്ക് അവിടെ കുറച്ച് വർക്ക് ഉണ്ട്. കാരണം എനിക്ക് പ്രോപ്പർട്ടി
അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് കിട്ടുന്ന ആ ഒരു സംഭവം. അപ്പൊ ഞാനിപ്പോ കാൽസോൺ കമ്മ്യൂണിക്കേഷൻ വൈസ് എനിക്ക് കുറച്ചും കൂടി അപ്ഡേറ്റ്, അവർക്ക് ഒരു വീക്ക്ലി അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യാനൊക്കെ എനിക്ക് കുറച്ചും കൂടി മറ്റുള്ളവരുടെ മീറ്റിങ്ങോ അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് ക്ലയൻസിന് ഭയങ്കര പെട്ടെന്ന് ഇപ്പൊ എനിക്ക് പ്രോപ്പർട്ടി ഒരാഴ്ചക്കുള്ളിൽ എടുക്കണം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിട്ട് വരുന്ന ആളെ ഇതങ്ങനെയല്ല. നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി, ഞാൻ മേടിക്കുന്ന പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് മേടിക്കാൻ പോകുന്നത്, അല്ലാണ്ട് ചുമ്മാ എനിക്ക് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റില്ല. ആ ഒരു ഗ്രോത്തും വേണമല്ലോ. അപ്പൊ നമുക്ക് ഇന്ന ചുമ്മാ ഒരു പ്രോപ്പർട്ടി കയറിയിട്ട് പോയി മേടിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഞാൻ ഇത്രയും കൂടി ഇമ്പ്രൂവ് ആയി വരുന്നു. ഞാൻ അപ്ഡേറ്റ് കൊടുക്കുന്നതിലും ഈ ക്ലയൻസിനെ വിളിച്ചിട്ട് നമ്മള് സമയമെടുക്കും. ആ പ്രോപ്പർട്ടി അവിടെ വേണം, കാരണം നമ്മുടെ കയ്യിൽ പ്രോപ്പർട്ടി വെക്കില്ലല്ലോ. അപ്പൊ നമുക്ക് വേറൊരു സ്ഥലത്ത് ഡാറ്റ റിസർച്ച് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് പ്രോപ്പർട്ടി വേറെ പബ്ലിക്കിലേക്ക് പോവാതെയാണ് ഇത് റെഡിയാക്കി കൊടുക്കുന്നത്. അത് ക്വാളിറ്റി ഉള്ള പ്രോപ്പർട്ടി, കാരണം ഒരു വർഷം കഴിഞ്ഞാൽ അതിന്റെ റെന്റലും അതിന്റെ ക്യാപിറ്റൽ ഗ്രോത്തും നമുക്ക് കാണണം. അതാണ് അതിന്റെ സംഭവം. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇനിയും ഇമ്പ്രൂവ് ആവണം. നമുക്ക് വളരെ ധൃതിയായിട്ട് വരുന്ന ക്ലയന്റിനെ പോലും കൃത്യമായിട്ട് പറഞ്ഞു നിർത്താനായിട്ടും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് കൊടുക്കാനായിട്ടും നമുക്കിപ്പോൾ കഴിയുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് കഴിയുന്നുണ്ട്. ഇപ്പൊ ടോട്ടലി നമ്മുടെ കാൽഷൽ വന്നതിന് ശേഷം ടോട്ടൽ നമ്മുടെ ഒരു റവന്യൂ സൈഡ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം സെയിൽസ് ഒക്കെ ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓവറോൾ ടോട്ടൽ? ഇപ്പോ എന്റെ ഇതില് പേയ്മെന്റ് കിട്ടിയിരിക്കുന്നത് എനിക്ക് ഫസ്റ്റ് ഒരെണ്ണം 7,000 കിട്ടിയുള്ളൂ. പക്ഷെ 2 പേയ്മെന്റ് ഉറപ്പാണ്. ഞാൻ പറഞ്ഞില്ല, അവരെ സെറ്റിൽമെന്റ് ഡേറ്റിലാണ് എനിക്ക് കിട്ടുക. അവൻ ഓഫർ അക്സെപ്റ്റ് ചെയ്തു, അതൊരു 7,000 5,000. അപ്പൊ അതിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതില് 7,000 ആണ് എന്റെ ഫീസ്. ഏറ്റവും നോർമൽ ഫീസാണ് ഇവിടെ. ഒരു 15 ആൾക്കാർ, എക്സ്പീരിയൻസ് ആൾക്കാർ ഏജൻസീസ് ഒക്കെ മേടിക്കുന്നുണ്ട്. 7,000 ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ബേസ് സ്ട്രോങ് ആകാം. പിന്നെ ആ ഫസ്റ്റ് മേടിച്ച ആള് ക്വാളിറ്റി വരണം എന്നുള്ളതാണ്. അപ്പം 2 ഓൾറെഡി ത്രൂ ആയിട്ടുണ്ട് ഓഫർ. അതായത് ഇനി നമുക്ക് അതിൽ വർക്ക് ഇല്ല അധികം, നമുക്കൊരു ചെറിയ കോർഡിനേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് 4 and 5th ക്ലയന്റിന് എനിക്ക് എന്റെ ടാസ്ക് ആണ്, കാരണം എനിക്ക് പ്രോപ്പർട്ടി കണ്ടുപിടിച്ച് കൊടുക്കണം. ഒരു നല്ലൊരു ഏരിയയിൽ ഡാറ്റ റിസർച്ച് ചെയ്ത് ഏരിയ കണ്ടുപിടിച്ചു. പക്ഷെ അവിടുന്ന് എനിക്കൊരു പ്രോപ്പർട്ടി വേണം, നല്ലൊരു പ്രോപ്പർട്ടി. അപ്പൊ 4th and 5th ആണ് ഇപ്പോൾ എന്റെ ടാസ്ക്. അതിനുശേഷം കോർഡിനേഷൻ ഉണ്ട്. ഒരു 45 days മിനിമം പിടിക്കും. പിന്നെ 6th and 7th ക്ലയന്റ് ഓൾറെഡി ഞാനത് അവരെ അഗ്രിമെന്റ് സൈൻ ചെയ്തില്ല, കാരണം എനിക്ക് ഇത് ഇത്രയും വർക്ക് ഉള്ളതുകൊണ്ട് ഞാനത് ഒരാഴ്ച 2 ആഴ്ച പറഞ്ഞേക്കാണ് അവരുടെ അടുത്ത്. അതൊരു 2 weeks എനിക്ക് ക്ലയന്റ് സൈൻ ചെയ്യണം. അതിനുശേഷം ഈ ഫസ്റ്റ് പേയ്മെന്റ് എന്ന ക്ലയന്റിന് വീണ്ടും സെക്കൻഡ് പ്രോപ്പർട്ടി എടുക്കുന്നതാണ് അവർ റെഡിയാണ്. അപ്പൊ ഒരു 8th ക്ലയന്റ് വരെ ഇപ്പോ റെഡിയാണ്. പക്ഷെ 4th and 5th ഞാൻ എനിക്ക് പ്രോപ്പർട്ടി എടുത്ത് കൊടുക്കാനുള്ള ഒരു ഡിലേ കാരണം ഞാൻ ഇങ്ങനെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ വിചാരിച്ചേക്കാളും നല്ലൊരു ഇത് വന്നിട്ടുണ്ട്. അതായത് സ്പീഡ്, ലീഡ്സും ക്ലയന്റ് കിട്ടുന്നതിലുള്ള ഒരു സ്പീഡ് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് ഇപ്പൊ വർക്ക് ഉള്ളത് സ്ട്രീം ലൈൻ ചെയ്യണം. അതായത് ഞാനൊരു പ്രൊആക്റ്റീവായിട്ട് എനിക്ക് പ്രോപ്പർട്ടി ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ഏരിയയിൽ നിന്ന് പ്രോപ്പർട്ടി കിട്ടുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മാർക്കറ്റിൽ എനിക്ക് ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു സ്പീഡും ആ ഒരു വർക്കാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഓരോ ദിവസം കഴിയുമ്പോഴും കുറച്ചുകൂടെ എളുപ്പവും, ക്ലയന്റിന്റെ എണ്ണം കൂടുതലാണ്. നമുക്ക് കൂടുതൽ ശരിക്കും പറഞ്ഞ ഒരു 100 ക്ലയൻസിന് മുകളിലൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒരിക്കലും പറ്റില്ല, പൊട്ടിപ്പോകും. ഇപ്പോൾ നമ്മുടെ ഡയമണ്ട്സിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഓരോ ഇപ്പോൾ തന്നെ നമ്മൾ 2ാമത്തെ പ്രാവശ്യമായിരിക്കും ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൽസോളിൽ വന്നു, സിൽവറിൽ നിന്ന് ഡയമണ്ട്സിലേക്ക് വരുന്നു. ആ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് 2,000 കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ പിന്നീട് ഒരു സമയത്ത് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അവർ ഒരുമിച്ച് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കുക, ഇവരുടെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വലിയ മാറ്റമായിരിക്കും വരിക. കാരണം ആൾക്കാരുടെ റെക്കമെൻഡേഷൻ അങ്ങനെ ആയിരിക്കും, എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചെയ്യണം. അപ്പോൾ നമ്മുടെ അടുത്ത് വന്നാലും നമ്മൾ പെട്ടെന്നൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, ആ ക്ലയൻറ്റ് ഭയങ്കര ധൃതിക്ക് വന്നാലും അത് അങ്ങനെ അല്ല. നമുക്കൊരു കോഡ് ഓഫ് ഓണർ ഉണ്ടാവും, ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടാവും. അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുമ്പം ആൾക്കാർ സ്ലോലി അതിലേക്ക് വരും. എന്നിട്ട് പറയും ഞാൻ വെയിറ്റ് ചെയ്യാം, പറഞ്ഞാൽ മതി, വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ഓപ്പർച്യൂണിറ്റിയാണ്. അതല്ലാതെ ഒരു നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് ഇവിടെ കിട്ടിയില്ലെങ്കിൽ അപ്പുറത്ത് പോകും. മറ്റത് നമുക്ക് വെയിറ്റ് ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരെ ബിൽഡ് ചെയ്യാൻ കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒരു ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് എന്നോ അല്ലെങ്കിൽ ഇതിലെനിക്ക് കുറച്ച് ജസ്റ്റ് ആഡ് ചെയ്യാനുള്ള കാൽസോൾ ഇപ്പൊ വരുന്നതിന് മുന്നേ എനിക്ക് ഇതുപോലെ 1 or 2 hours അവിടുന്ന് ഇവിടുന്നും ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പൊ ക്യാൻപല നമ്മുടെ ലാംഗ്വേജ് ഇന്ത്യ എന്നുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ എന്റെ വീഡിയോയിൽ കമന്റ് ഗ്രൂപ്പുകളിലൊക്കെ നമ്മുടെ കമന്റ് കണ്ടിട്ട് എനിക്ക് കോൾ വന്നിട്ട്, പക്ഷെ അവര് ഒരിക്കലും എന്റെ അടുത്ത് എഗ്രിമെന്റ് സൈൻ ചെയ്യും. എനിക്ക് അറിയില്ല എങ്ങനെ ഇതൊരു നല്ല ക്ലയന്റ് ആണ്. ഇപ്പൊ ഞാനൊരു നോ പറയാനൊക്കെ ഈസി ആയിട്ട് നമുക്കറിയാം. ഒരു
5 to 10 minutes നമ്മൾ ടോക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ആദ്യം ഞാനൊരു 1 hour ക്ലാസ് എടുക്കും. എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ആണ്, കാരണം ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടേ ഇരിക്കും. എങ്ങനെ ലൊക്കേഷൻ റിസർച്ച് ചെയ്യുന്നു, ഇത് ഇച്ചിരി ഒരു പ്രോസസ്ഡ് സിസ്റ്റം. വലിയ സയൻസ് ഒന്നും അല്ലെങ്കിൽ കൂടിയിട്ട് നമ്മളൊന്ന് റിസർച്ച് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം ഏത് ഏരിയയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഡാറ്റ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനൊന്നും ആവശ്യമില്ല എന്ന് എനിക്ക് കാൽസുകൾ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. എങ്ങനെയാണ് നമ്മൾ ഏത് ടൈമിലാണ് നമ്മൾ അതൊക്കെ സംസാരിക്കേണ്ടത്, എന്തൊക്കെ പറയണം. ആ ഒരു നോളജും കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള പല മീറ്റിംഗുകൾ കണ്ടിട്ട് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ കൂടി ഇപ്പോ ഇന്നലെയുള്ള എക്സാമ്പിൾ കാണിച്ചു. ഒരു വാട്സപ്പ് ചാറ്റിൽ എങ്ങനെ നമ്മൾ സെയിൽ ചെയ്യണം, അല്ലെങ്കിൽ ഏത് ടൈമിൽ വെബിനാറിൽ ഏത് ടൈമിലാണ് നമ്മളെ പ്രസന്റ് ചെയ്യേണ്ടത്, നമ്മളെ സെല് ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് എനിക്ക് കമ്മ്യൂണിക്കേഷൻ സൈഡിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. അതൊന്നും നമ്മളെ മാർക്കറ്റിംഗ് സൈഡിൽ നമുക്ക് ഒരു നോളജും ഇല്ല. അപ്പൊ ഞാനിങ്ങനെ 1 hour ഒക്കെ എന്റെ വേസ്റ്റ് ആയിട്ടുണ്ട്. അവര് സൈൻ ചെയ്തിട്ടില്ല, കാരണം അവരിങ്ങനെ ഓരോ ടൈമിലും നമ്മുടെ അടുത്തിട്ട് ഡാറ്റ എടുത്തിട്ട് ഇങ്ങനെ പോയിട്ടേ ഇരിക്കും. അതായത് ഒരു 5 or 6 കോൾ ചെയ്യും, അപ്പൊ അവർ അടുത്ത പ്രാവശ്യം സൈൻ ചെയ്യും. പക്ഷെ അവരിങ്ങനെ എല്ലാ പ്രാവശ്യം ഡാറ്റ എടുത്തിട്ട് ആ ഏരിയയിലൊക്കെ സെർച്ച് ചെയ്യുന്നതായിരിക്കണം. അതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർക്ക് ഡാറ്റ മതി ഇത് ശരിക്കും എവിടെ മേടിക്കണെന്നുള്ള. അതൊരു അഡ്വാൻറ്റേജ് ആണ് ഞാൻ കാൽസോൾ വന്നതിന് ശേഷം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോളോ ഫ്രെയിം ഇനിയും നമുക്ക് ഇതുപോലെ വീണ്ടും ഒരുമിച്ച് കൂടണം. ആ സമയത്ത് ഒരു 1 year അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ. കൃത്യമായിട്ടൊരു സിസ്റ്റം. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗെയിം ടൈം മാനേജ്മെന്റ് ആണ്. നമുക്ക് ഫാമിലിക്ക് ടൈം കിട്ടണം, എല്ലാം ഓർഡർ ആയിരിക്കണം. നമുക്ക് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യണം. നമ്മൾ ഒത്തിരി പ്രഷർ ചെയ്യാതെ വെയിറ്റ് ചെയ്യണം. കൂളായിട്ട് വർക്ക് ചെയ്യുന്നത് പോലും അറിയാതെ ആ സിസ്റ്റത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയണം. അപ്പോൾ മുന്നോട്ട് പോവാം. നമുക്ക് എപ്പോഴെങ്കിലും നേരിട്ട് നമുക്ക് ഡിസംബറിൽ നമുക്ക് വരാൻ December 16th ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ. അപ്പൊ അതിൽ എന്തായാലും ഞാൻ പങ്കെടുക്കുന്നതായിരിക്കും. കാരണം അതിനനുസരിച്ചാണ് ഞാനിപ്പോ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. 10th 11th അവിടെ എത്തിയിരിക്കും. അപ്പോൾ സ്കൂളും ഇവിടെ കറക്റ്റ് ആണ്. കറക്റ്റ് ടൈം എന്തായാലും നമുക്ക് മീറ്റ് ചെയ്യാം. എന്തായാലും അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യാം. ആ ഒരു സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും 1 yearലേക്ക് എത്താം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു ട്രാവൽ ഇവിടെ പ്ലാൻ ഉണ്ട്. ഞാൻ ഓൾറെഡി സംസാരിക്കുന്നുണ്ട്. ഞാനത് സംസാരിക്കാൻ ഇരിക്കായിരുന്നു. അപ്പൊ എപ്പോഴാണെന്ന് വെച്ചാലും നമുക്ക് റെഡിയാണ്. അപ്പോഴെങ്ങനെ പറഞ്ഞാലും മതി. വർക്കൗട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിൽ. ഇനി മറ്റെന്തെങ്കിലും ഫൈനൽ വേർഡ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പറഞ്ഞ് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഇത് ആരെങ്കിലും ഒരാള് സൈഡ് ഓഫ് ദി ഫെൻസ് ജോയിനിങ് ലൈക്ക് കാൽസോളിലെ ഡയമണ്ടോ ഏതെങ്കിലും ജോയിൻ ചെയ്യാനിരിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും താമസിക്കേണ്ട, ഹെസിറ്റേറ്റ് ചെയ്യേണ്ട. 100% വാല്യൂ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ ആണെന്നാണ് ഞാൻ പറയുന്നത് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന്. ഒരു സെറ്റ് ഓഫ് സിസ്റ്റമാറ്റിക് പ്രോസസ് അവിടെ ഉണ്ടാവും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.